ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇന്ന് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറാണ് MVC ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇന്ന് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള മേൺ സ്റ്റാക്ക്, മീൻ സ്റ്റാക്ക്, ലറാവൽ തുടങ്ങിയിട്ടുള്ള ഫ്രെയിം വർക്കുകൾ ഫോളോ ചെയ്യുന്നത് MVC ആർക്കിടെക്ചറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് MVC ആർക്കിടെക്ചർ, MVC ആർക്കിടെക്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിലെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് എന്താണ്, അതിന്റെ വർക്കിംഗ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. MVC ആർക്കിടെക്ചർ വളരെ സ്കേലബിളും എക്സ്റ്റൻസിബിളും ആയിട്ടുള്ള ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. MVC ആർക്കിടെക്ചർ ഒരു ആപ്ലിക്കേഷനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മോഡൽ, വ്യൂ, കൺട്രോളർ എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഇതിൽ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷനിലുള്ള ഫുൾ ഡാറ്റാബേസിനെ ഹാൻഡിൽ ചെയ്യുന്ന ഭാഗമായിരിക്കും. അതായത് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഒക്കെ ഈ മോഡൽസ് ത്രൂ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് കൺട്രോളർ ആണ്. കൺട്രോളർ ഈ ആപ്ലിക്കേഷനിലത്തെ ബിസിനസ് ലോജിക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു കൺട്രോളറിലായിരിക്കും എഴുതി കൊടുക്കുന്നുണ്ടാവുക. പിന്നെ നെക്സ്റ്റ് വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസർ ഇന്റർഫേസ് ഭാഗമാണ്. ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനിൽ യൂസർ കാണുന്ന ഫ്രണ്ട് വ്യൂ ആണ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ കമ്പോണന്റ് ആണ് മോഡല്. മോഡൽസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളാണ്. അതായത് ഡാറ്റാബേസിൽ നിന്ന് ഉള്ള ഡാറ്റകളെ എടുക്കുക, ഒരു വെബ് ആപ്ലിക്കേഷനിൽ ഇൻപുട്ടായിട്ട് വരുന്ന ഡാറ്റകളെ ഡാറ്റാബേസിലേക്ക് കൊടുക്കുക, ഇത്തരം ഓപ്പറേഷൻസ് നമ്മൾ മോഡൽസ് ത്രൂ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഒരു സൈറ്റിലേക്ക് ആവശ്യമുള്ള ഡാറ്റകൾ ലോഡ് ചെയ്യിക്കുന്നത് മോഡൽസ് ത്രൂ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു സൈറ്റിൽ ഇൻപുട്ടായിട്ട് യൂസേഴ്സ് കൊടുക്കുന്ന ഡാറ്റകൾ ഡാറ്റാബേസിലേക്ക് പോകുന്നത് ഈ മോഡൽസ് ത്രൂ ആയിരിക്കും. മോഡൽസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്, ഡാറ്റാബേസ് അനലിസ്റ്റ്, പ്രോഗ്രാമേഴ്സ് എന്നിവരായിരിക്കും. ഇനി നെക്സ്റ്റ് കമ്പോണന്റ് വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസർ ഇന്റർഫേസ് ആണ് നമ്മൾ പറഞ്ഞു. അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ യൂസർ എന്താണോ കാണുന്നത് അതാണ് വ്യൂവിൽ വരുന്ന ഭാഗം. HTML, CSS, JS, അതുപോലെ ഫ്രെയിം വർക്ക് ആയിട്ടുള്ള ബൂട്ട്സ്ട്രാപ്പ്, റിയാക്ട്, ആംഗുലർ തുടങ്ങിയിട്ടുള്ള ലാംഗ്വേജസ് വെച്ചിട്ടായിരിക്കും ഈ ഒരു ഫ്രണ്ട് എൻഡ് ഭാഗം ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ്, ഡിസൈനേഴ്സ് ഒക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫേസ്ബുക്ക് എടുക്കാം. അതിൽ യൂസർ കാണുന്ന ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ തന്നെ ഇമേജസ്, ടാഗുകൾ, പോസ്റ്റുകൾ ഇതൊക്കെ ആയിരിക്കും. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വ്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്പോണന്റ് കൺട്രോളർ ആണ്. മോഡൽസും വ്യൂവും നമ്മൾ പറഞ്ഞു. ഈ മോഡൽസും വ്യൂവും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാണ് കൺട്രോളർ ചെയ്യുന്നത്. അതായത് കൺട്രോളർ എന്ന് പറയുന്നത് ഇവരുടെ ഇടയിലുള്ള ഒരു ഇന്റർഫേസ് ആണ്. ഈ കൺട്രോളറിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ബിസിനസ് ലോജിക്കും കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന ഭാഗം. കൺട്രോളേഴ്സ് മെയിൻ ആയിട്ട് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്, പ്രോഗ്രാമേഴ്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് MVC ആർക്കിടെക്ചറിന്റെ ഇന്റേണൽ വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങളൊരു വെബ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ 3 പാർട്ടുകളാണ് അതിലുണ്ടാവുക. ക്ലയന്റ് ഉണ്ടായിരിക്കും, സെർവർ ഉണ്ടായിരിക്കും, ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവർക്കിടയിലുള്ള വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏതൊരു സോഫ്റ്റ്വെയർ ആണെങ്കിലും അതിൽ 3 കമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഒരു ക്ലയന്റ് ഉണ്ടായിരിക്കും, സെർവർ ഉണ്ടായിരിക്കും, ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. ഇവിടെ ക്ലയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസറിനെയാണ് ഉദ്ദേശിക്കുന്നത്. യൂസറാണ് എന്താണ് വേണ്ടതെന്ന് സെർവറിന് റിക്വസ്റ്റ് ചെയ്യാം. അപ്പോൾ യൂസറിന് കുറച്ച് പ്രോഡക്റ്റിന്റെ ലിസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു URL കൊടുത്ത് സെർവറിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. ഇവിടെ പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള ഡാറ്റകളെല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേസ് ആണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ക്ലയൻസ് എന്താണ് വേണ്ടതെന്ന് റിക്വസ്റ്റ് സെർവറിലേക്ക് അയക്കുന്നു. ഇപ്പോൾ പ്രോഡക്റ്റിന്റെ ലിസ്റ്റ് ആണെങ്കിൽ www.productlist.com എന്ന് പറഞ്ഞിട്ട് ആ ഒരു URL സെർവറിലേക്കാണ് ആദ്യം അയക്കാം. സെർവറിലാണെങ്കിൽ കുറേ കമ്പോണൻസ് ഉണ്ട്, പല പല ടാസ്കുകൾ ചെയ്യാനായിട്ട് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഈ റിക്വസ്റ്റ് വരുന്നത് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണന്റിന്റെ ഉള്ളിലേക്കായിരിക്കും. ഈ റിക്വസ്റ്റ് എങ്ങോട്ട് പോകണം, എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് കൺട്രോളറാണ്. അപ്പോൾ കൺട്രോളർ അത് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോഡക്റ്റ് ലിസ്റ്റ് ആണ് വേണ്ടതെന്ന്, എന്നിട്ട് ആ റിക്വസ്റ്റ് മോഡൽസിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റാബേസ് ആയിട്ട് ആക്സസ് ഉള്ള ആളാണ്. അപ്പോൾ മോഡലായിരിക്കും ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുക്കുക, ഡാറ്റാബേസിലേക്ക് ഡാറ്റ കൊണ്ടുവയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ മോഡലായിരിക്കും. മോഡൽസ് ഡാറ്റാബേസിലേക്ക് റിക്വസ്റ്റ് ചെയ്യും. ഇനി അതായത് പ്രോഡക്റ്റ് ലിസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെയാണെന്ന് റിക്വസ്റ്റ് ചെയ്യും. അതിനുശേഷം ഡാറ്റാബേസിൽ പോയിട്ട് ആ പ്രോഡക്റ്റിന്റെ ലിസ്റ്റ് കൊണ്ടുവരാണ്.
അപ്പോൾ പ്രോഡക്റ്റിന്റെ ലിസ്റ്റ് കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ആ ഡാറ്റ എന്ന് പറയുന്നത് ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും. ഇതുപോലെ ഒരു ജേസൺ രൂപത്തിലായിരിക്കും അത് എഴുതുക. പ്രോഡക്റ്റ് നെയിം, ലാപ്ടോപ്പ്, പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അൺസ്ട്രക്ചേർഡ് രൂപത്തിലുള്ള ഡാറ്റേനെയാണ് മോഡലിലേക്ക് ഡാറ്റാബേസ് കൊടുക്കുന്നുണ്ടാവുക. ഇനി അങ്ങനെ ഒരു ഡാറ്റ നമുക്ക് ഒരിക്കലും യൂസർക്ക് അല്ലെങ്കിൽ ക്ലയൻസിന് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പോസിബിൾ അല്ല. അപ്പൊ അത് മോഡല് കൺട്രോളറിന് കൊടുക്കുകയാണ് ചെയ്യാം. കൺട്രോളർ അത് മറ്റൊരു കമ്പോണന്റിന് പാസ് ചെയ്യും. വ്യൂ എന്ന് പറഞ്ഞൊരു കമ്പോണന്റിലേക്കാണ് പാസ് ചെയ്യാം. അപ്പൊ വ്യൂ എന്ന് പറഞ്ഞ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് നല്ല അട്രാക്റ്റീവ് ആയിട്ട് വേണം നമ്മൾ ഈ ഡിസൈനിലൊക്കെ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഡിസൈൻ HTML CSS കാര്യങ്ങളൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്ന ഭാഗമാണ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റേനെ കൺട്രോളർ വ്യൂസിലേക്കാണ് പാസ് ചെയ്യുക. വ്യൂസ് അതിലുള്ള ഡിസൈനൊക്കെ ചെയ്ത് ആ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡാറ്റ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ഡിസൈനിൽ, അതായത് HTML CSS ജാവാസ്ക്രിപ്റ്റ് ഒക്കെയാണ് ഇവിടെ യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസ് ക്ലയൻസിന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ക്ലയൻസ് ആവശ്യപ്പെട്ട പ്രോഡക്റ്റ് ക്ലയന്റിന് കാണിക്കും. അപ്പോൾ ക്ലയന്റ് റിക്വസ്റ്റ് ചെയ്ത ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്ന വരയ്ക്കുള്ള പ്രോസസ്സുകളാണ് പറഞ്ഞത്. ഇവിടെ മെയിൻ ആയിട്ട് കൺട്രോളർ ഉണ്ട്, മോഡൽ ഉണ്ട്, വ്യൂ ഉണ്ട്. അപ്പോൾ കൺട്രോളർ ആണ് ആ ക്ലയന്റിന്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എവിടേക്കൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത്. മോഡല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റാബേസുമായിട്ട് കണക്ഷൻ ഉള്ള പാർട്ടാണ്. വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റിക്വസ്റ്റിനെ അട്രാക്റ്റീവ് ആയിട്ട് ക്ലയൻസിന് ഡിസ്പ്ലേ ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഇതാണ് MVC ആർക്കിടെക്ചറിന്റെ ഇന്റേണൽ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോസ്റ്റ് ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന MVC ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. MVC ആർക്കിടെക്ചർ എന്താണ്, അതിന്റെ ഇന്റേണൽ വർക്കിംഗ് എന്താണ്, അതിന്റെ ഉള്ളിൽ ഓരോ കമ്പോണൻസ് എന്താണ്, ഇതിനെയൊക്കെ കുറിച്ചിട്ട് ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.